അസ്സലാമലൈക്കും. ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പപ്പായാണ്. പുറത്തുനിന്ന് വാങ്ങിയതാണ് പൈസക്ക്. പൊതുവേ നമ്മൾ അങ്ങനെ വാങ്ങാറില്ല. ഇതുപോലെ ഒരു മുറിയാക്കി കൊടുക്കണം. പകുതി മുറി കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. പകുതി മുറി വേറെ ആവശ്യത്തിനാണ്. ഇതുപോലെ ഇതിൻ്റെ ഫോർക്ക് കൊണ്ട് നമുക്ക് മൊത്തത്തിലങ്ങ് ഇതിൻ്റെ കുരു കളഞ്ഞ് കൊടുക്കാം. ഫോർക്ക് കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കുരു കളഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യണേ. കുരു മൊത്തത്തിൽ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി പീസാക്കി കട്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ തൊലി കൂടി ചെത്തി കൊടുക്കാം. നല്ലോണം തൊലി ഉള്ളിൽ നിന്നൊന്നും ചെത്തി കൊടുക്കണ്ട. ഇതുപോലെ തൊലി ചെത്തി കൊടുക്കാം. അടിപൊളിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കോ ചെറിയ പിള്ളേർക്കോ എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഇത് തന്നെയാണ്. മൊത്തത്തിലങ്ങ് ഇതുപോലെ പീസാക്കി കട്ടാക്കി കൊടുക്കണം. എല്ലാം കൂടി കട്ടാക്കി എടുത്തിട്ടുണ്ട്. പകുതി നമ്മൾ സാധാരണ കഴിക്കാൻ വേണ്ടി എടുക്കുക. ഇതിന് നല്ലോണം തണുപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണുപ്പും മധുരവും എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ കട്ടാക്കിയ പകുതി മുറിയില്ലേ അത് ഇട്ട് കൊടുക്കാം. വലിയ പീസാക്കി ഇടരുത്. ഇനി അതിലേക്ക് 1/2 ലിറ്ററിൻ്റെ പാലില്ലേ, കൊട്ടപ്പാൽ, അത് ഒഴിച്ചു കൊടുക്കണം. അതും തണുപ്പിച്ചതാണ്. പക്ഷെ കട്ടയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, തണുപ്പിച്ചിനി. അത് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ തന്നെ പാല് വേണം. കുറച്ച് പുറത്തേക്ക് മറിഞ്ഞു പോയി. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ചതില്ലേ, വറുത്ത് പൊടിച്ച ഏലക്കായ, അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് മധുരം ഇട്ട് കൊടുക്കാൻ. ആ ഒരു കപ്പോളം മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് 6 പേർക്ക് കഴിക്കാനുള്ള ഷേക്ക് വേണം, അതുകൊണ്ടാണ്. ഫ്രീസറിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തിട്ട് കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ പാലും ഈ ഐസ് ക്യൂബും ഈ പപ്പായും ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. വെള്ളം ചേർത്താൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പോയി. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോമ്പ് മുറിക്കുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.